ഒരിക്കലെ ഒരു അക്രൈസ്തവയായ സ്ത്രീ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു പോകുകയാണ്. അച്ഛാ, എപ്പോഴെല്ലാം ഈ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും ഒരു പ്രത്യാശയുണ്ട്. കാരണം ആക്രമിക്കുന്ന രീതിയിലല്ല നിൽക്കുന്നത്. പ്രത്യേകിച്ച് കരം കൂപ്പി കണ്ണടച്ച് ചെറിയൊരു പുഞ്ചിരിയോടെ, അല്ലെങ്കിൽ ദുഃഖത്തിലാണെങ്കിലും കണ്ണുനീര് എനിക്ക് വേണ്ടി ഒഴുക്കുന്നത് പോലെ അമ്മയുടെ എല്ലാ ചിത്രങ്ങളും. അതുകൊണ്ട് ലോകത്ത് അനേകം ദേവിമാരുടെ കാലങ്ങൾക്കുണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മ പരിശുദ്ധയായ ഒരു അമ്മയായിട്ട് കാണാൻ ഇതര മതത്തിലുള്ളവർക്കും സാധിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ആ കരം കൂപ്പി നമ്മോടും ദൈവത്തിൻ്റെ മുന്നിൽ കരുണ കാണിക്കുന്ന ഒരു മുഖത്തിൻ്റെ അമ്മയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ മനുഷ്യരോടുള്ള കാരുണ്യപൂർവമായ സ്നേഹമാണ് മാതാവിൻ്റെ ഉജ്ജ്വല സ്നേഹം. അതുകൊണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയതല്ല, അവർക്ക് ജീവിതത്തിൽ ദൈവത്തെ തീർന്നു പോയതാണ്. ദൈവത്തെ അവർ തീർന്നു പോയപ്പോഴാണ് ദൈവത്തെ നേടിയെടുക്കാൻ ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുന്ന, കരുണ കാണിക്കാൻ പറയുന്ന. പലപ്പോഴും നമ്മൾക്കും പാപം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ മാതാവ് പറയുന്നത്, മക്കളെ അവൻ പറയുന്നത് പോലെ ചെയ്യ്, നിങ്ങളുടെ ജീവിതത്തിൽ കൃപ പിന്നെയും നിറയും. നിങ്ങളുടെ കൽഭരണികളിൽ നിന്ന് പാപത്തെ ഒഴിച്ചു മാറ്റി ഒഴിഞ്ഞ കൽഭരണിയായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാ, നമ്മുടെ സ്വന്തം അമ്മയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ അന്നമൻ മാർപ്പാപ്പ പറയുക, മറിയത്തിൻ്റെ മാതൃസ്നേഹം സഭയിൽ ഓരോ വിശ്വാസിയും സ്പർശിക്കണം. മാതാവിൻ്റെ മാതൃസ്നേഹം ഓരോ വിശ്വാസിയെയും സ്പർശിക്കണം. അതുകൊണ്ടാണ് വീട്ടിലെല്ലാവരും നഷ്ടപ്പെട്ടപ്പോഴും കാനയിൽ വീണ് കിടന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, മറിയമേ നീ എനിക്ക് സ്വന്തമാണ്, നിന്റെ സ്വന്തമാക്കി എന്നെ മാറ്റണമേ. അമ്മയെ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ സ്നേഹം നിറയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ ആഴം നിറയാനായിട്ട് പ്രാർത്ഥിക്കണം. നാലാമതായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് പാപികളുടെ രക്ഷയ്ക്കായി ജ്വലിക്കുന്ന സ്നേഹമാണ് പരിശുദ്ധ അമ്മയുടെ. പാപികളായ നമുക്ക് രക്ഷ നൽകാൻ ജ്വലിക്കുന്ന ഒരു സ്നേഹമാണ് പരിശുദ്ധ അമ്മയുടെ. പ്രത്യേകമായിട്ട് ഫാത്തിമയിലും ലൂർദ് തുടങ്ങിയ പ്രത്യക്ഷീകരണങ്ങളിൽ മാതാവ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ അനുദപിച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? സ്നാപയോഹന്നാൻ തുടങ്ങിയ പ്രസംഗം ഇതായിരുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ ഈ ലോകത്തോട് പഠിപ്പിച്ചതും ഇത് തന്നെ, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ലൂർദിലും ഫാത്തിമയിലും മെഡ്ജിഗോറിലും പ്രത്യക്ഷപ്പെട്ടപ്പോൾ പഠിപ്പിച്ചത് മാനസാന്തരപ്പെടുക. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലെല്ലാം കുമ്പസാരക്കൂടുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മെഡ്ജിഗോറിൽ എപ്പോഴും കുമ്പസാരമാണ്. കുമ്പസാരം കഴിയുമ്പോഴേ എല്ലാ ജനം കണ്ണീരോടെ ബലിയർപ്പിക്കും. കാരണം പരിശുദ്ധ അമ്മ പറയുന്നത്, അനുഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോഴും മാനസാന്തരത്തിൻ്റെ കുറവ് സഭയിൽ എവിടെയൊക്കെയോ നിറഞ്ഞു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ലൂയി ഡി മോൺഫോർട്ട് പറയുക, മറിയം തൻ്റെ മക്കളെ വിശുദ്ധരാക്കാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. മറിയം തൻ്റെ മക്കളെ വിശുദ്ധരാക്കാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഭയോടുള്ള മാതൃസ്നേഹം. അമ്മയ്ക്ക് സഭയോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ശിരസാകുന്ന ക്രിസ്തുവിൽ പണിയപ്പെട്ട സഭയാണ്. അതുകൊണ്ട് സഭയിൽ നിന്ന് വിഘടിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഭയോട് അവരെ ചേർക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, സഭയിൽ നിന്ന് അകന്ന് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയല്ലെന്ന് പറയുന്നവരെ നമുക്ക് ദൈവത്തിൻ്റെ കരുണയിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയണം. കാരണം അറിവില്ലായ്മ ഒരു പാപമല്ല, എന്നാൽ അറിവില്ലായ്മ തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകാൻ നമ്മളാകുന്ന ദൈവജനം ആഗ്രഹിക്കണം. അപ്പോസ്തല പ്രവർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പെന്തക്കുസ്ത ദിനത്തിൽ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ പരിശുദ്ധ അമ്മ നടുവിലിരുന്ന് അവരെ ധ്യാനിപ്പിക്കുക. സഭ സ്ഥാപിക്കപ്പെടുന്നത് പെന്തക്കുസ്തയിലാണ്. എങ്ങനെയാ? ഈ സഭയുടെ വലിയ സ്നേഹം ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണെന്ന് പഠിപ്പിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധയായ മദർ തെരേസ പറയുക, മറിയത്തെ പോലെ സ്നേഹിക്കാൻ പഠിച്ചാൽ നാം യേശുവിനെ കൂടുതലായി സ്നേഹിക്കും. മാതാവ് ഈശോയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, മാതാവ് ഈശോയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഒറ്റപ്പെട്ടപ്പോഴും തള്ളിപ്പറഞ്ഞപ്പോഴും ഈശോ എങ്ങനെ മനുഷ്യരെ സ്നേഹിച്ചു, ഇതുപോലെ തന്നെയാണ് മാതാവും കുരിശിൻ്റെ കീഴിൽ നിന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സഭയിൽ നിന്ന് വിഘടിച്ചു പോയവർക്ക് ഒരു കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന്, പരിശുദ്ധ അമ്മ എന്ന കാര്യത്തിൽ. രണ്ട്, പരിശുദ്ധ കുർബാന എന്ന കാര്യത്തിൽ. സഭയുടെ ഏറ്റവും വലിയ ശക്തിയാണ് പരിശുദ്ധ കുർബാന.
പരിശുദ്ധ കുർബാന ആദ്യം ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയെ അറിയാതെ എങ്ങനെ ഈ രൂപം കൊണ്ട പരിശുദ്ധ കുർബാനയെ നമുക്കറിയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണേ, നമ്മൾ അകന്നു പോകുന്നത് ഈശോയുടെ സ്നേഹത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയണേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഭയോട് സ്നേഹം വേണം. മറിയത്തിൻ്റെ ഉജ്ജ്വല സ്നേഹം ദൈവത്തോടുള്ള സമർപ്പണമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെയാണ് ചിന്തിക്കാം? നമ്മുടെ സമർപ്പണം എപ്രകാരമാണ്? ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമുക്ക് ദൈവത്തോട് പരിപൂർണമായി സമർപ്പണം നടത്താൻ പറ്റുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം യേശുവിനോടുള്ള വിശ്വസ്തതയാണ്. നമുക്ക് എത്രമാത്രം വിശ്വസ്തതയുണ്ട്? മാതാവ് ഈശോയോട് വിശ്വസ്തയായിരുന്നു. അതുകൊണ്ടല്ലേ സഭ സ്ഥാപിക്കുമ്പോഴും തൻ്റെ 12 പേരെ വിളിച്ചിരുത്തിയിട്ട് പേരും പെരുമയ്ക്ക് വേണ്ടിയിട്ടല്ല, സഭയുടെ മുന്നറിയിപ്പിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ വിശ്വസ്തത യേശുവിന് മാതാവ് സമർപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് മനുഷ്യരോടുള്ള കരുണയാണ്. മാതാവ് എന്നും കരുണ കാണിക്കും. അത് ക്രിസ്ത്യാനികളോട് മാത്രമല്ല, ഇതര മതത്തിലുള്ള എല്ലാവരും. അനേകം അത്ഭുതങ്ങൾ കേട്ടിട്ടില്ലേ? അനേകർ പോയി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലൂർദില് മാതാവിൻ്റെ മുന്നിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തളർവാദ രോഗികൾ അനേകർ എഴുന്നേറ്റ് നടക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അനേകം വൈദ്യശാസ്ത്രത്തിൽ ഡോക്ടർമാർ അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അമ്മ സ്വർഗത്തോടൊരു മധ്യസ്ഥ അപേക്ഷിച്ചാൽ അതൊരിക്കലും സ്വർഗത്തിന് തള്ളിക്കളയാൻ കഴിയുകയില്ല.